വേൾഡ് കപ്പിലെ ഗ്രൂപ്പ് സിയിലെ ഏറ്റവും നിർണായകവും ഫുട്ബോൾ ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ബ്രസീൽ മൊറോക്കോ പോരാട്ടം ഇന്നാണ്. ഇന്ത്യൻ സമയം സാങ്കേതികമായി നാളെ പുലർച്ചെ, അതായത് നാളെ അർദ്ധരാത്രി 3:30 മത്സരം ആരംഭിക്കുക. ഒന്നിനൊന്ന് മികച്ച രണ്ട് ടീമുകൾ ഫിഫ റാങ്കിങ്ങിലെ 6ാം സ്ഥാനക്കാരും 7ാം സ്ഥാനക്കാരുമാണ് ഏറ്റുമുട്ടുന്നത്. ഫിഫ റാങ്കിങ്ങിൽ ബ്രസീൽ 6ാം സ്ഥാനത്തും മൊറോക്കോ 7ാം സ്ഥാനത്തുമാണ്. കഴിഞ്ഞ വേൾഡ് കപ്പിൽ ഉജ്ജ്വല പ്രകടനമാണ് ആഫ്രിക്കൻ കരുത്തരായ മൊറോക്കോ കാഴ്ചവെച്ചത്. ഈ മത്സരമായിരിക്കും ഗ്രൂപ്പ് ചാമ്പ്യന്മാരെ അടക്കം നിർണ്ണയിക്കുക. അതുകൊണ്ട് തന്നെ ഇരു ടീമുകൾക്കും ഏറെ നിർണായകമായ പോരാട്ടമാണിത്. ബ്രസീലിനാണോ മൊറോക്കോക്കാണോ കൂടുതൽ വിജയ സാധ്യത? നിലവിലെ ഫോം പരിശോധിക്കുകയാണെങ്കിൽ തുടർച്ചയായ 29ഓളം മത്സരങ്ങൾ തോൽവിയറിയാതെ കുതിക്കുകയാണ് ആഫ്രിക്കൻ കരുത്തരായ മൊറോക്കോ. അതേസമയം പുതിയ പരിശീലകന്റെ കീഴിൽ പുതിയ പ്ലാനുകളുമായാണ് ബ്രസീൽ ഈ വേൾഡ് കപ്പിനെത്തുന്നത്. ആർക്കാണ് കൂടുതൽ വിജയ സാധ്യത? ഈ മത്സരത്തിലെ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് ബ്രസീലിനാണോ മൊറോക്കോക്കാണോ? ഇരുവരും 2 തവണയാണ് പരസ്പരം ഏറ്റുമുട്ടിയിട്ടുള്ളത്. അതിൽ ഒരു തവണ ബ്രസീലും ഒരു തവണ മൊറോക്കോയുമാണ് വിജയിച്ചത്. കണക്ക് പുസ്തകങ്ങളിൽ തുല്യരാണ്. 2023 ഇന്റർനാഷണൽ ഫ്രണ്ട്ലിയിലാണ് ഇരുവരും അവസാനം തമ്മിൽ ഏറ്റുമുട്ടിയത്. അന്ന് മൊറോക്കോ 2-1 ബ്രസീലിനെ പരാജയപ്പെടുത്തി. പിന്നെ ഏറ്റുമുട്ടിയത് 1998 വേൾഡ് കപ്പിലാണ്. അന്ന് ബ്രസീൽ മൊറോക്കോയെ 3 ഗോളുകൾക്കാണ് തോൽപ്പിച്ചത്. തുടർച്ചയായി 3 ഫ്രണ്ട്ലികൾ വിജയിച്ചാണ് ബ്രസീലിന്റെ വരവ്. കാർലോ അഞ്ചലോട്ടിക്കു കീഴിൽ മികച്ച പ്രകടനം തന്നെയാണ് ബ്രസീൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ മൊറോക്കോയാകട്ടെ അതിലും ഭീകര പ്രകടനമാണ് നിലവിൽ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തുടർച്ചയായ 29ഓളം മത്സരങ്ങൾ തോൽവിയറിയാതെ കുതിക്കുകയാണ് മൊറോക്കോ. നിലവിലെ ഫോം നോക്കുകയാണെങ്കിൽ മൊറോക്കോക്കാണ് അല്പം മുൻതൂക്കം. എന്നാൽ ബ്രസീൽ ലോക രാജാക്കന്മാരാണ്. വേൾഡ് കപ്പിൽ എല്ലാ വേൾഡ് കപ്പും കളിച്ച ഒരൊറ്റ രാജ്യം എന്ന പേര് ബ്രസീലിനൊപ്പമാണ്. നിലവിൽ എല്ലാ വേൾഡ് കപ്പുകളിലും നമ്മൾ കണ്ടിട്ടുണ്ട് അനായാസമാണ് ബ്രസീൽ ഗ്രൂപ്പ് റൗണ്ടുകൾ കടന്ന് മുന്നേറുക. ഇത്തവണയും അതുണ്ടാകുമെന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.